പനയമ്പാട് ദേശീയപാത ഉപരോധിച്ചതെന്നാണ് ആണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പലയാവർത്തി കാര്യങ്ങളൊക്കെ പലരോടും പറഞ്ഞിട്ടും കാര്യമായ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകുന്നു വാഗ്ദാനങ്ങൾ എന്നതാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. അതിനെ തുടർന്നാണ് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുള്ള സമരമാണ്. പോലീസ് അവരെ പ്രവർത്തകരെ നീക്കുകയാണ്. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്, സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയം കാണാം. രാഷ്ട്രീയത്തിനപ്പുറം ഈ നാട്ടുകാർ അവിടെ പറയുന്ന നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അത് ആത്യന്തികമായി വന്നു ചേരുന്നത് നിരവധി ആളുകളുടെ ജീവൻ നഷ്ടത്തിലേക്കാണ്. അതിന് പരിഹാരമുണ്ടാക്കണം എന്നുള്ളതല്ലേ യൂത്ത് ലീഗിന്റെ ആവശ്യം? വിപിൻ. അഷ്മി, അത് തന്നെയാണ്. അപ്പോൾ ഈ സമരമല്ലാതെ ഇനി മറ്റൊരു മാർഗമില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഒക്കെ സമരത്തിലേക്ക്. കാരണം ഇതിനു മുൻപ് തന്നെ ഇവരൊക്കെ സമരം ചെയ്തതാണ്. അന്നൊക്കെ ചില ഉറപ്പുകളും ഇവർക്ക് ലഭിച്ചതാണ്. പക്ഷേ അതൊക്കെ തന്നെ വളരെ കുറച്ച് ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ആ സജീവമായിട്ടുള്ള ചർച്ച ഇല്ലാതായി കഴിയുമ്പോൾ അതെല്ലാം തന്നെ തണുത്തു പോകുന്നു എന്നുള്ള പരാതി തന്നെയാണ് ഇവർ പ്രധാനമായും പറയുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ 11 മണിക്ക് ഈ ഒരു സുരക്ഷാ സേഫ്റ്റിയുടെ ഭാഗത്തു നിന്നുള്ള പരിശോധന ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഉണ്ടായിരുന്നത്. അതിൽ PWD ഉദ്യോഗസ്ഥരുണ്ട്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥര്, പോലീസിന്റെ മേധാവി തുടങ്ങിയവരൊക്കെ വരികയും ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള അറിയിപ്പ് വന്നത് ഈ 11 മണി എന്നുള്ളത് 3 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അത് മന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അത് 3 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഇത്തരമൊരു പ്രഹസനം എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ പ്രധാനമായും ചോദിക്കുന്നത്. അതുപോലും കൃത്യമായിട്ട് പാലിക്കാൻ കഴിയുന്നില്ല. മന്ത്രി വരുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് പ്രത്യേകത, എന്തിനാണ് ഈ രാവിലെ എന്നുള്ള സമയം മാറ്റിയത് തുടങ്ങിയ ആവശ്യങ്ങളാണ്. ഒപ്പം തന്നെ ഈ റോഡിന്റെ പണിയുടെ സമയത്ത് തന്നെ IITയുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും തന്നെ ചെവിക്കൊള്ളാതെ ഈ കൺസൾട്ടൻസി ഇവിടെ വന്ന് നോക്കുക പോലും ചെയ്യാതെ, ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പഠിക്കാതെ, ഇതിൻ്റെ ഒരു ഘടന പോലും അറിയാതെയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് മുൻപ് ഒരു അപകടം പോലും സംഭവിക്കാത്ത സ്ഥലമായിരുന്നു. 2021 ശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാത്രം ഇവിടെ നടന്നിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് എന്തുകൊണ്ട് ഒരു നടപടി എടുത്തില്ല, എന്തുകൊണ്ട് ഇത്രയും മൗനം പാലിച്ചു തുടങ്ങിയ ചോദ്യങ്ങളും ഇപ്പോൾ പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതിൻ്റെ അപാകത പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരമാണ് കോൺഗ്രസിന്റെ കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇവിടെ എന്തായാലും അവിടെ രാഷ്ട്രീയ പാർട്ടികൾ, നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. പ്രതിഷേധത്തിന് കാരണം അവിടെ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ അധികാരികൾക്ക് മുന്നിലേക്ക് പലയാവർത്തി പല രീതിയിൽ സമർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ പല രീതിയിൽ വെക്കുമ്പോഴും ഒന്നും നടപടി ഉണ്ടാവുന്നില്ല. പിന്നെയും അവിടെ ജീവനുകൾ പൊലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ആ സമരത്തിന്റെ കാരണം.